മുംബൈയിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു കുഞ്ഞു ദ്വീപാണ് കരാപുരി എന്നറിയപ്പെടുന്ന എലിഫന്റ് ഐലൻഡ്. AD 5-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട് വരെ പഴക്കമുള്ള പുരാതന ഗുഹകളും കുറേ നല്ല ശില്പങ്ങളുമാണ് ഇവിടെയുള്ളത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്നും ബോട്ടിൽ യാത്ര ചെയ്ത് വേണം നമുക്ക് എലിഫന്റ് ദ്വീപിലേക്ക് എത്താൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് മുംബൈ ഛത്രപതി ശിവാജി റെയിൽവേ സ്റ്റേഷൻ്റെ മുൻപിലാണ്. ഇവിടെ നിന്നാണ് ഞാൻ എലിഫന്റ് കേവിലേക്ക് പോകുന്നത്. വെറും 6 രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്താൽ മുംബൈ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലെത്താം. അങ്ങനെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും അതിൻ്റെ മുന്നിലെ മനോഹരമായ താജ് ഹോട്ടലൊക്കെ കണ്ട് നേരെ എലിഫന്റ് കേവിലേക്ക്. നമുക്ക് ഇന്ത്യ ഗേറ്റിൽ നിന്ന് എലിഫന്റ് കേവിലേക്ക് പോകാൻ വേണ്ടി 260 രൂപ ബോട്ട് സർവീസ് ഉണ്ട്. ആ ബോട്ടാണ് നമുക്ക് പോകുന്നത്. മുംബൈ സംബന്ധിച്ചിടത്തോളം പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ ചീപ്പാണ്. ട്രെയിനായാലും ബസ്സായാലും ഭയങ്കര വില കുറവാണ്. ഇപ്പം നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഛത്രപതി ശിവാജി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇന്ത്യ ഗേറ്റിലേക്ക് വരാൻ AC ബസ്സിന്, അതും ലോ ഫ്ലോർ ഡബിൾ ഡെക്കർ ബസ്സുകൾക്ക് ഒരു 6 രൂപ ഉള്ളൂ. ഇവിടെ നിന്ന് ബോട്ടിന് കുറച്ച് എക്സ്പെൻസീവാണ്. 260 രൂപയ്ക്ക് നമ്മൾ ഇവിടെ എലിഫന്റ് കേവിലേക്ക് പോകാം. അത് ബോട്ടാണ്, പ്രൈവറ്റ് ബോട്ടായതുകൊണ്ടാണ് കുറച്ച് വില കൂടുതൽ. ഇവിടെ എനിക്കൊന്നും ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടോ എന്ന് നോക്കിയില്ല. ഫസ്റ്റ് കണ്ടു ഒരു പ്രൈവറ്റ് ബോട്ട് കണ്ടു. നമ്മളെ നാട്ടിലൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടാണ്. ആ ബോട്ടിൽ നേരെ എലിഫന്റ് കേവിലേക്ക് നോക്കാം. കടലിലൂടെയുള്ള ബോട്ട് യാത്രയും ഒരു നൈസ് വൈബ് തന്നെ. കാരണം തൊട്ടടുത്ത് മുംബൈ പോർട്ടുള്ളതിനാൽ ഇതിലൂടെയൊക്കെ നിറയെ വലിയ വലിയ കപ്പൽ പോകുന്നുണ്ട്. ആ കപ്പലൊക്കെ കണ്ട് അടിപൊളിയായിട്ട് നന്നായിട്ട് കടലൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ യാത്ര ചെയ്യാം. ഒരു മണിക്കൂറിലധികം എടുക്കും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്നും നേരെ എലിഫന്റ് ഐലൻഡിലേക്ക് എത്താൻ. അങ്ങനെ പക്ഷേ ആ 1 മണിക്കൂർ ഒരിക്കലും ബോറടിക്കാതെ നമുക്കിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ പോവാം. ആ കാണുന്നതാണ് എലിഫന്റ് ഐലൻഡ്. വെറും 2.5 കിലോമീറ്റർ നീളം മാത്രമേ ഈ കുഞ്ഞ് ഐലൻഡിനുള്ളൂ. എലിഫന്റ് ഐലൻഡിലെ ബോട്ട് ജെട്ടിയിലെത്തി. ഈ ബോട്ട് ജെട്ടിയെ പറയുന്ന പേരാണ് കരാപുരി പോർട്ട്.
ഇവിടെ കുഞ്ഞ് ട്രോയ് ട്രെയിൻ ഉണ്ട് കേട്ടോ. ഈ ട്രോയ് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ എലിഫൻ്റ് കേവിലേക്ക് എത്താം. അങ്ങനെ 15 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. ഈ 15 രൂപയ്ക്ക് ടിക്കറ്റും എടുത്ത് ഞാൻ ട്രോയ് ട്രെയിനിൽ കയറി അങ്ങോട്ടേക്ക് പോവാം. ഇതുവരെ മാത്രമേ ടോയ് ട്രെയിൻ ഉള്ളൂ കേട്ടോ. ഞാൻ വിചാരിച്ചു അങ്ങ് കുന്നി കൊണ്ട് നിർത്തുമൊന്നും ഇല്ല. വളരെ കുറച്ച് ദൂരം മാത്രമേ ടോയ് ട്രെയിൻ ഉള്ളൂ. ബാക്കി ഈ കുന്ന് നമ്മൾ നടന്ന് കയറി വേണം കേവിലേക്ക് എത്താൻ. ഈ ദ്വീപിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഇവിടുത്തെ എലിഫൻ്റ് ഗുഹകൾ തന്നെയാണ്. ഇവിടുത്തെ വലിയ ഗുഹയിൽ ഭഗവാൻ ശിവൻ്റെ 3 തലയുള്ള ശില്പം കൊത്തിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദു പുരാണങ്ങളിൽ കാണുന്ന നിരവധി ശില്പങ്ങളും ബുദ്ധശില്പങ്ങളും ബുദ്ധസ്തൂപങ്ങളും നമുക്ക് ചുറ്റിനും പല പല ഗുഹകളിലായിട്ട് കാണാൻ കഴിയും. യുനെസ്കോയുടെ പൈതൃക സ്വത്തായിട്ട് സംരക്ഷിച്ചു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് എലിഫൻ്റ് കേവുകൾ. ഇവിടെ ഈ കരിങ്കൽ മലയൊക്കെ തുരന്നാണ്, ഭയങ്കരമായിട്ട് തുരന്നാണ് ഈ ഗുഹകളൊക്കെ ഉണ്ടായിരിക്കുന്നത്. കടലിൻ്റെ നടുക്കൊരു ദ്വീപ്, അവിടെ കുറച്ച് ഗുഹകൾ, അതിൽ മൊത്തത്തിൽ കൊത്തുപണികൾ ചേർന്ന കുറേ വിഗ്രഹങ്ങൾ. അടിപൊളി. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മുംബൈയിൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് എലിഫൻ്റ് കേവ്. ഒരിക്കലും നിങ്ങളിത് മിസ് ചെയ്യരുത്. കാരണം നിങ്ങളിത് മിസ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. എല്ലാവരും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ വന്നിട്ട് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും താജ് ഹോട്ടലൊക്കെ കണ്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ വരുമ്പോൾ ഉറപ്പായിട്ടും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് ബോട്ടിൽ കയറി ഇവിടെ വരണം. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്നും ഐലൻഡിലേക്ക് വരുന്ന യാത്രയെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ദ്വീപ് നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇവിടെ പഴയ ബോട്ടുകൾ നന്നാക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഇവിടെ കുറേ ബോട്ടുകൾ ഇങ്ങനെ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇങ്ങോട്ട് വരുന്ന ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നത് ഇവിടെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി നേരെ തിരിച്ച് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് അടുത്ത ബോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒറ്റ ടിക്കറ്റ് മതി. 260 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താൽ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുകയൊന്നും വേണ്ട. ആ ടിക്കറ്റ് തന്നെ തിരിച്ച് നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ വരുന്ന ബോട്ടായിരിക്കത്തില്ല, ഇഷ്ടംപോലെ ബോട്ട് ഇങ്ങനെ ചെയിൻ സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ ബോട്ടിൽ കയറി നമുക്ക് വരുമ്പോൾ ഏത് ബോട്ടാണോ ഉള്ളത് ആ ബോട്ടിൽ കയറിയിട്ട് തിരിച്ച് നമുക്ക് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് പോകാം. നല്ല മഴയാണ് വരാൻ പോകുന്നത്. എത്രയും പെട്ടെന്ന് വന്നിട്ട് കാര്യമില്ല. 1 മണിക്കൂർ എന്തായാലും എടുക്കും. നല്ല മഴയൊക്കെ ആണെങ്കിൽ പയ്യെ പോകത്തുള്ളൂ. 1 മണിക്കൂർ 1.5 മണിക്കൂറുണ്ട് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലെത്താം. അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടായിരുന്നൊരു കാലാവസ്ഥ അല്ല ഇപ്പോൾ. വളരെ മോശം കാലാവസ്ഥയാണ്. നല്ല കാറ്റും കോളൊക്കെ ഉണ്ട്. ബോട്ടൊക്കെ നന്നായിട്ട് ആടി ഒലയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിനകത്തൊരു ലൈഫ് ജാക്കറ്റ് പോലും ഇല്ല. എന്താണ് സത്യം.
നല്ല രസമുണ്ട്. എന്തായാലും വളരെ സേഫായിട്ട് തന്നെ കരയിലെത്തി. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.